വെൽക്കം ടു ഈസി ലൈൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എംപ്ലോയി സെപ്പറേഷൻ ആണ്. നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മറ്റു യൂണിവേഴ്സിറ്റികളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സിലബസിൽ പറയുന്ന ഒരു ടോപ്പിക് ആണെന്ത് എംപ്ലോയി സെപ്പറേഷൻ ആണ്. ഹ്യൂമൻ റിസോഴ്സ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു എംപ്ലോയി ഒരു ഫേമിൽ ജോയിൻ ചെയ്തത് മുതൽ അവിടുന്ന് പിരിഞ്ഞു പോകുന്നത് വരെ അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ ഡീൽ ചെയ്യുന്ന ഒരു ഒരു ലോങ് ടൈം പ്രോസസ്സാണ് ഇരിക്കുന്നത് HRM പ്രോസസ് എന്ന് പറയുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഈ പ്രോസസ് ആണെന്ത് എംപ്ലോയി സെപ്പറേഷൻ. ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അല്ലെ. എംപ്ലോയിയെ ആ കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന ഏജൻസിയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ എന്താ പറയുക, എംപ്ലോയി സെപ്പറേഷൻ എന്ന് പറയുന്നത്. സോ എംപ്ലോയി സെപ്പറേഷൻ ഈസ് ദ ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് ഹീസ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് വിത്ത് ദ കമ്പനി. കമ്പനിയുമായിട്ട് കോൺട്രാക്ട് ഉണ്ടാവും ഓരോ എംപ്ലോയിക്കും, ഇത്ര വർഷത്തേക്ക് അല്ലെങ്കിൽ ഇത്ര കാലം വരെയൊക്കെ വർക്ക് ചെയ്യാന്നുള്ളത്. ആ കാലാവധി കഴിയുമ്പോൾ എന്താവുക, ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണ്, കണ്ടിന്യൂ ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് എംപ്ലോയി സെപ്പറേഷൻ ആണ്. ഇത് പ്രധാനമായിട്ടും രണ്ട് ടൈപ്സിലാണ് ടെർമിനേഷൻ ഉണ്ടാവാറുള്ളത്. എങ്കിൽ എന്താവാം, വോളണ്ടറി ആവാം, ഇൻവോളണ്ടറി ആവാം. സ്വമേധയാ പോകുന്നതാവാം, അല്ലെങ്കിൽ എന്താവാം കമ്പനി പിരിച്ചുവിടുന്നതാകാം. ഓക്കെ, അപ്പം ദ കമ്പനീസ് ആൻഡ് എംപ്ലോയീസ് മസ്റ്റ് സ്പെസിഫൈ വാലിഡ് റീസൺസ് ബിഹൈൻഡ് ദയർ സെപ്പറേഷൻസ്. അപ്പം അവര് പോവുകയാണെങ്കിലും, അപ്പം എംപ്ലോയീസ് പോവുകയാണെങ്കിലും കമ്പനി പിരിച്ചു വിടുകയാണെങ്കിലും അതിന് പിന്നിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന വാലിഡ് റീസൺ അതിന് പിന്നിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ദ പ്രോസസ് സ്വാഭാവികമായിട്ടും ഒരു കമ്പനിയിൽ നിന്ന് ഒരു എംപ്ലോയി പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് കമ്പനിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ എംപ്ലോയിക്കും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ആൻഡ് ഓൾസോ ഇതെന്തായിരിക്കണം, ഒരു പ്ലാനഡ് ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. പല സമയങ്ങളിലും കമ്പനീസിൽ എന്താ എംപ്ലോയീസിനെ പിരിച്ചുവിടാറുണ്ട് റീസൺ ഒന്നും ഇല്ലാതെ. അതൊക്കെ നമുക്ക് എന്താ പറ്റും, ആൾക്ക് വേണമെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാനും ലീഗലി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വൺ മസ്റ്റ് ഹാവ് എ ഗുഡ് എക്സ്പീരിയൻസ് പോസ്റ്റ് സെപ്പറേഷൻസ്. അതായത് ഇത് കഴിഞ്ഞ് പോയിട്ട് വന്നിട്ടാണ് എംപ്ലോയിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. ചില ഫേമിലൊക്കെ ഉണ്ടാവില്ലേ, പോയി കഴിഞ്ഞാൽ ആ ആളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യും, ആ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ആസ് എംപ്ലോയീസ് ഫീഡ്ബാക്ക് ബിൽഡ്സ് ദ കമ്പനീസ് ഇമേജ് എമംഗ് പ്രോസ്പെക്ടിങ് കാൻഡിഡേറ്റ്സ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇനി വരുന്ന ആളുകളെയും എന്താക്കും, അത് ബാധിക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ദെൻ ഇതിന് പ്രധാനമായിട്ടും എംപ്ലോയി സെപ്പറേഷൻ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വോളണ്ടറി സെപ്പറേഷൻ ഉണ്ട്, ഇൻവോളണ്ടറി സെപ്പറേഷൻ ഉണ്ട്. വോളണ്ടറി സെപ്പറേഷനിൽ രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ക്വിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിസൈൻ ചെയ്യുക, റിട്ടയർമെന്റ് ചെയ്യുക. ക്വിറ്റ് റിസൈൻ ചെയ്യാൻ നമുക്കിപ്പം ഒരു ജോബിൽ വേറൊരു ജോബ് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താ ക്വിറ്റ് ചെയ്ത് റിസൈൻ ചെയ്ത് പോകുന്നതിന് എന്താ പറയുക, റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ട് നമ്മൾ പോകുന്നത് എന്താ പറയുക, ക്വിറ്റ് ചെയ്യാറുള്ളത്. റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പ്രായം, ഒരു ഒരു ഏജ് ഉണ്ടല്ലോ, ഇപ്പൊ എംപ്ലോയീസിന് ഒരു ഏജ് ഉണ്ടാവും. നോർമലി 60 ഇയേഴ്സ് ആണ്. ആ ഏജ് ആകുമ്പോൾ ആൾ അവിടുന്ന് റിവ്യൂ ചെയ്യുന്ന, അവിടുന്ന് ക്വിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടുന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ആ പ്രോസസ് എന്താ പറയാ, റിട്ടയർമെന്റ്. ഈ റിട്ടയർമെന്റ് രണ്ട് രീതിയിലുണ്ട്, കമ്പൾസറി ഉണ്ട്, അതുപോലെ വളണ്ടറി റിട്ടയർമെന്റ് സർവീസ് ഉണ്ട്. കമ്പൾസറി എന്നാൽ നിർബന്ധമായിട്ട് പോകാൻ ആ ഒരു ഏജ് എത്തിക്കഴിയുക. അപ്പൊ 60 വയസ്സെങ്കിൽ 60 വയസ്സായി കഴിഞ്ഞാൽ കമ്പൾസറി ആണ്. അതിന് മുന്നേ പോകുന്നത് എന്താ പറയാ, VRS എന്ന് പറയുന്നത്. ഈ ഇൻവോളണ്ടറി വരുന്ന സമയത്ത് അതിന് ഡിസ്മിസൽ ഓർ ഡിസ്ചാർജ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, ഒരു എംപ്ലോയിന്റെ ഒരു മിസ്ബിഹേവിയറോ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ അവിടുന്ന് പറഞ്ഞയക്കുന്നതിന് എന്താ പറയുക, ഡിസ്മിസൽ ചെയ്യാനുള്ളത്. ലേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ കൂടുതലായിട്ട് എംപ്ലോയീസ് വരികയോ അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിനേക്കാൾ ആവശ്യമുള്ള കൂടുതൽ എംപ്ലോയീസ് നേരിൽ താൽക്കാലിക സമയത്തേക്ക് പിരിച്ചുവിടുകയും പിന്നീട് റീകോൾ ചെയ്യുന്നതാണ് എന്താ പറയാ, ലേ ഓഫ് എന്ന് പറയുന്നത്. റിട്രെൻച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിട്രെൻച്ച്മെന്റ് എന്നാൽ നമുക്കറിയാം, ഒരു എംപ്ലോയിനെ പെർമനന്റ് ആയിട്ട് പറഞ്ഞേക്കുക എന്നുള്ളതാണ്. മേ ബി അവിടെ തിരിച്ചു വിളിക്കൽ ഉണ്ടാവില്ല, തിരിച്ചു വിളിക്കുക എപ്പോഴും ഉണ്ടാവും, വാക്കൻസീസ് ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാവും ഇവരെ പ്രിഫർ ചെയ്യും എന്നുള്ളതാണ് വ്യത്യാസമുള്ളത്. പെർമനന്റ് ആയിട്ടുള്ള പറഞ്ഞേക്കലാണോ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂഷൻ ആണോ റിട്രെൻച്ച്മെന്റ് എന്ന് പറയുന്നത്. ദെൻ റൈറ്റ് സൈസിങ് ഓർ ഡൗൺ സൈസിങ് എന്ന് പറഞ്ഞാൽ റിക്വയർഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ ഒരു കറക്റ്റ് സൈസിലോട്ട്, അതായത് എംപ്ലോയീസിന്റെ എണ്ണം കറക്റ്റ് സൈസിലോട്ട് കൊണ്ടുവരുന്നതാണ് ഡൗൺ സൈസിങ് എന്ന് പറയുന്നത്. ദെൻ കമ്പൾസറി റെസിഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു എംപ്ലോയിയെ കുറിച്ച് നിരന്തരം പരാതികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പരാതി കിട്ടിക്കൊണ്ടിരിക്കുമ്പം അതൊരു ഡിസ്മിസൽ ആവാണ്ടിരിക്കാൻ വേണ്ടി, ഡിസ്മിസൽ റെക്കോർഡ്സ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അയാളെ കൊണ്ട് എന്താവുക, കമ്പൾസറി റിസൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇത് കമ്പൾസറി റെസിഗ്നേഷൻ. ഇതാണ് ടൈപ്സ് ഓഫ് എംപ്ലോയി സെപ്പറേഷൻ ഉള്ളത്. ഇത് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും റിട്ടയർമെന്റും ലേ ഓഫും റിട്രെൻച്ച്മെന്റും ആണ്. ഓൾറെഡി റിട്ടയർമെന്റ് നമ്മൾ എന്താ പറഞ്ഞു, റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്,
ഇസ് ദ കംപ്ലീഷൻ ഓഫ് എംപ്ലോയീസ് ഓക്യുപ്പേഷൻ ടെന്യൂർ. ആ ഒരു കാലാവധി കംപ്ലീറ്റ് ചെയ്യുന്ന എന്നുള്ളത് എന്താ പറയുക റിട്ടയർമെന്റ് എന്നുള്ളത്. ദിസ് ഇൻവോൾവ്സ് ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് സർവീസ് ആസ് ദ എംപ്ലോയി റീച്ച് ദ ഏജ് ഓഫ് റിട്ടയർമെന്റ്. ദ എംപ്ലോയീസ് themselves take retirement from the organization through voluntary retirement. വോളണ്ടറി റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ അതിന് വയസ്സ് എത്രയാണ്? 60 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്ത് പോവാ. റിട്ടയർമെന്റ് ഓൾസോ നമ്മൾ പറഞ്ഞു ടു ടൈപ്സ് ആണ്. കമ്പൾസറി റിട്ടയർമെന്റ് ഉണ്ട്, വോളണ്ടറി റിട്ടയർമെന്റ് ടൈപ്സ് ഡീറ്റെയിൽ ആയി പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ആണ് ലേ ഓഫ്. നമ്മൾ പറഞ്ഞു എന്താ ലേ ഓഫ് എന്നുള്ളത്? ലേ ഓഫ് ഈസ് വെൻ എ ഓർഗനൈസേഷൻ സെപ്പറേറ്റ് ദയർ എംപ്ലോയീസ് ഫോർ എ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. കുറച്ച് കാലത്തേക്ക്, ഒരു 2 മാസത്തേക്ക് 3 മാസത്തേക്ക് എന്താക്കുക ആളെ പറഞ്ഞേക്കുന്നത് എന്താ പറയാ ലേ ഓഫ് എന്ന് പറയുന്നത്. ദ ഓർഗനൈസേഷൻ റീകോൾസ് ദ എംപ്ലോയീസ് ആഫ്റ്റർ ദ ലേ ഓഫ് പീരിയഡ് ഇസ് ഓവർ. ഒരു 2 മാസത്തെ കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വിളിക്കുന്നതാണ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ലേയിങ് ഓഫ് വർക്ക് ഫോഴ്സ് ടു മേക്ക് ദ ഫേം ലീൻ ടു ഷേപ്പ് ആൻഡ് റിമൈൻ കോമ്പറ്റേറ്റീവ് എന്നുള്ളതാണ്. അവിടെ വർക്ക് ഫോഴ്സ് എന്താക്കുക ഒരു കമ്പനിക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ ഇതിനെ മാറ്റുകയും റിമൈൻ കോമ്പറ്റേറ്റീവ് ആയിട്ട് റിമൈൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ലേ ഓഫിന്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദ ഓർഗനൈസേഷൻ ക്യാരി ഔട്ട് ലേ ഓഫ് എംപ്ലോയീസ് ബേസ്ഡ് ഓൺ ദർ എക്സലൻസ് ഓഫ് സീനിയോറിറ്റി. ചിലപ്പം അവിടെ എക്സലൻസ് നോക്കിയിട്ടാവും സീനിയോറിറ്റി ബേസിലൊക്കെ എന്താവുക ലേ ഓഫ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ലേ ഓഫിന്റെ പിന്നിലുള്ള പ്രധാന കാരണങ്ങൾ ഒന്നീ മെർജർ ആയിക്കാരം. മെർജർ എന്ന് പറയുമ്പോൾ ഒരു കമ്പനി വേറെ കമ്പനിയുടെ മെർജ് ചെയ്യുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും ഒരേ പോസ്റ്റ് റിപ്പീറ്റ് ആയി വരും. ഉദാഹരണം പറയാം, 2 കമ്പനീസിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ 2 HR പോസ്റ്റ് ഉണ്ടെന്നിരിക്കുക, HR മാനേജേഴ്സ് ഉണ്ട് വിചാരിക്കുക. അപ്പം ഒരു HR മാനേജർ എന്താക്കും ലേ ഓഫിൽ പറഞ്ഞേക്കും എന്നുള്ളതാണ്. അക്വിസിഷൻ എന്ന് പറഞ്ഞാല് ഒരു വലിയൊരു ഫേം അതിന്റെ ഫാമിലി കീഴിലായിട്ട് ചെറിയൊരു ക്ലിനിക്ക്, ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ അന്നിരിക്കുക. ആ ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഹോസ്പിറ്റലിന്റെ അണ്ടറിനായിട്ട് ചെറിയ സ്ഥലത്ത് ഒരു കമ്മ്യൂണിറ്റി ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. അവിടെയും അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സ് വേണ്ടി വരും അല്ലെ. അപ്പം ഈ 2 സ്ഥലങ്ങളിലും അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയർ അവിടുത്തെ കുറക്കാൻ വേണ്ടി എന്താവും അവർ കുറച്ച് ആൾക്കാരെ പറഞ്ഞേക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 2 വർക്കുകൾ എന്താക്കുക, അപ്പം ക്ലറിക്കൽ വർക്കുകൾ ചെയ്യുന്ന ആളുണ്ടാവുക. അപ്പൊ അവിടെ അത് കുറക്കുക ചെയ്യാം. കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റും ചേഞ്ചസ് ഇൻ ടെക്നോളജി ഡൗൺ സൈസിങ് ഓൾറെഡി പറഞ്ഞതാണ്. കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റ് ചേഞ്ചസ് ഇൻ ടെക്നോളജി ഒക്കെ ഇതെന്താവും ലേ ഓഫിന് കാരണമാകാറുണ്ട്. പിന്നെ റിട്രെൻച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കണോമിക് റീസൺ ആയിട്ട് പെർമനന്റ്ലി എംപ്ലോയീസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രൊസസ് ഏതാണത് റിട്രെൻച്ച്മെന്റ് എന്ന് പറയുന്നത്. ദ ഓർഗനൈസേഷൻ മേ നോട്ട് റീകോൾ എംപ്ലോയീസ്, അവിടെ വിളിക്കണമെന്നില്ല, ബട്ട് ദേ ക്യാൻ പ്രിഫർ റിട്രെൻച്ച്ഡ് വർക്കേഴ്സ് അറ്റ് ദ ടൈം ഓഫ് വേക്കൻസീസ്. അപ്പം പ്രധാനമായിട്ട് ഇതിന്റെ പിന്നിലുള്ള ഒരു എക്കണോമിക് റീസൺസ് എന്ന് പറയുന്നത് ഒന്ന് സർപ്ലസ് സ്റ്റാഫ്സ് ആണ്, അതായത് സ്റ്റാഫിന്റെ എണ്ണം കൂടുക എന്നുള്ളതാണ്. അപ്പം ആവശ്യമുള്ളത് 10 സ്റ്റാഫാണ്, പക്ഷെ 15 സ്റ്റാഫ് ഉണ്ടെങ്കിൽ സർപ്ലസ് സ്റ്റാഫ് ആണ് നമ്മൾ പറഞ്ഞേക്കും. ദെൻ മെഷീനറി ഇൻസ്റ്റാളേഷൻ ആണ്. പുതിയ മെഷീൻസ് വരുമ്പോൾ അവിടെ എന്താ സ്റ്റാഫിന്റെ എണ്ണം കുറക്കേണ്ടി വരും. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഒരു വലിയൊരു ഹോസ്പിറ്റലിന് കീഴിലായിട്ട് എന്താ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു എന്തുവരും ഒരുപാട് പോസ്റ്റുകൾ സെയിം ആയിട്ടുള്ള വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതിന്റെ പോസ്റ്റ് ഈ വലിയ എന്താ ചെറിയതിന്റെയും ഇത് നോക്കുക എന്നുള്ളത് വരും. അപ്പൊ അവിടെ ഒരു ക്ലറിക്കൽ സ്റ്റാഫുകളൊക്കെ ആ സ്റ്റാഫുകളെ എണ്ണം എന്താവും കുറക്കാനുള്ള നോക്കും. അതാണ് റാഷണലൈസേഷൻ ഉദ്ദേശിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്ലോഷർ എന്ന ഡിപ്പാർട്ട്മെന്റ് അടച്ചുപൂട്ടി പോകുക എന്നുള്ളത് കൊണ്ട് അവ സമയമായിട്ടും അത് ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട്. ഡിഗ്രീസ് ഇൻ ഡിമാൻഡ് ഓഫ് പ്രൊഡക്റ്റിനുള്ള കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ഡിഗ്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്ഷനൊക്കെ എന്താ ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എക്കണോമിക് സ്ലോ ഡൗൺ മൊത്തത്തിൽ എക്കണോമിക്കലി ബാധിച്ചു കഴിഞ്ഞാൽ എന്താവും റിട്ടയർമെന്റ് നോക്കേണ്ടി വരും. നെക്സ്റ്റ് എംപ്ലോയി സെപ്പറേഷനിലെ പ്രോസസ്സാണ്. പ്രധാനമായിട്ട് 3 പ്രോസസ്സാണുള്ളത്. നോട്ടിഫിക്കേഷൻ കൊടുക്കുക, ടെർമിനേഷൻ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക, ഫൈനൽ പേയ്മെന്റ് എന്നുള്ളതാണ്. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്, പേര് വ്യക്തമാക്കുക, അതിന് ആള് വ്യക്തിയുടെ പേരും കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ എന്താക്കുക ഐഡന്റിഫൈ ചെയ്യുക. അതായത് ഇപ്പം ഉദാഹരണം പറയാൻ ഇപ്പം ഒരു HR ഒരു കമ്പനിയിൽ ഒരാൾ പോകാന്ന് വിചാരിക്കുക, അയാൾക്ക് എന്താവും സ്വാഭാവികമായിട്ട് ഒരു ലെറ്റർ അയക്കും, ഇമെയിൽ അയക്കും അല്ലെ. ആ ഇമെയിൽ അയാളുടെ പേരുണ്ടാവും, അയാളുടെ റീസൺ ഉണ്ടാവും, then അയാളുടെ ഫൈനൽ ഡേ എന്താവും ഉണ്ടാവും. അതാണ് നോട്ടിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. then ടെർമിനേഷന്റെ ചെക്ക് ലിസ്റ്റ് പറഞ്ഞാൽ ഒരു 1 month മുന്നേ നോട്ടീസ് കൊടുത്തിട്ടുണ്ടാവുക. ആ സമയത്തേക്ക് ഇന്ന ഡോക്യുമെന്റ്സിലൊക്കെ കൃത്യമായിട്ട് ഫുള്ള് ചെയ്ത് കണ്ടതുണ്ട്, കാര്യങ്ങൾ ഡീറ്റെയിൽസ് എന്തൊക്കെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും. അപ്പൊ ഡാറ്റ, ഡോക്യുമെന്റ്സുകൾ, കമ്പനി പ്രോപ്പർട്ടീസ്, ഇപ്പൊ നമുക്ക് തന്ന സംഭവങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെ ഈ ഒരു ചെക്ക് ലിസ്റ്റുകളുണ്ടാവും. അതാണ് ടെർമിനേഷൻ ചെക്ക് ലിസ്റ്റ് വരുന്നത്. ദെൻ ഫൈനൽ പേയ്മെന്റ് ആണ് എന്തെങ്കിലും പേയ്മെന്റ് സാലറി കൊടുക്കുന്നെങ്കിൽ കൊടുക്കും. 15 ദിവസം സാലറി കൊടുക്കുക, ചിലപ്പോൾ ചിലർക്ക് കൊടുക്കാനുണ്ടാവില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്യൂസുകൾ ഉണ്ടെങ്കിൽ നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അറിയാം
ഫൈനൽ പേയ്മെന്റ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു എംപ്ലോയി സെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ പറയാനുള്ളത്. കാരണം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.